Good morning, students. Welcome back to organizational behavior. Today we are going to discuss about OB and other disciplines. ഓർഗനൈസേഷൻ ബിഹേവിയറിന് മറ്റ് സബ്ജക്ട്സുമായിട്ടുള്ള ബന്ധം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നുള്ള ഈ സബ്ജക്റ്റ് ഫോം ചെയ്തത് തന്നെ വളരെയധികം സബ്ജക്റ്റിൽ നിന്നും പല ഭാഗങ്ങൾ കടമെടുത്തുകൊണ്ടാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ OB എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പല ചേഞ്ചസും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ OB എന്നുള്ള സബ്ജക്റ്റ് മറ്റുള്ള സബ്ജക്റ്റിൽ നിന്നുള്ള നോളജ് എടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഡിസിപ്ലിനാണ്. OBയിൽ അധികം നമ്മൾ പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ്, അതുപോലെ തന്നെ ബിഹേവിയറൽ സയൻസിനെ കുറിച്ചാണ്. അപ്പോൾ ബിഹേവിയറൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിലെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ളത് സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നീ സബ്ജക്റ്റുകളാണ്. അതുപോലെ തന്നെ OBയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട ചില സബ്ജക്റ്റുകളാണ് ഇക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനെയുള്ളവ. സോ ആദ്യം തന്നെ നമുക്ക് OBയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മനഃശാസ്ത്രമാണ്. അതായത് സയൻസ് ഓഫ് ബിഹേവിയർ, ബിഹേവിയറിനെ കുറിച്ച്, സ്വഭാവത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസ് ആണ്, ഒരു ശാസ്ത്ര മേഖലയാണ് സൈക്കോളജി എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഈ സൈക്കോളജി എന്ന് പറയുന്നതും ബിഹേവിയറൽ സയൻസുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ സബ്ജക്ട്സ് ആണ് സൈക്കോളജി ആൻഡ് ബിഹേവിയറൽ സയൻസ്. ഇപ്പോൾ ബിഹേവിയറൽ സയൻസിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനെ കുറിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ആ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു, ആ സ്വഭാവത്തെ അളക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് സാധാരണ ബിഹേവിയറൽ സയൻസിലും സൈക്കോളജിയിലുമൊക്കെ ചെയ്യുന്നത്. ഇത് മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും ഈ ഒരു കാര്യം അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട്. ഈ OBയിൽ നമ്മൾ ലേണിംഗ് തിയറി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാം പല മൃഗങ്ങളെ ഉപയോഗിച്ച് ആനിമൽസിൽ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് പല തിയറികളും പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മാത്രമല്ല മൃഗങ്ങളുടെ സൈക്കോളജിയും കൂടെ പഠന വിധേയമാക്കിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് സൈക്കോളജി എന്താണെന്ന് നോക്കാം. സൈക്കോളജിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? സൈക്കോളജിസ്റ്റ് ആർ എൻഗേജ്ഡ് ടു അനലൈസ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ. മനുഷ്യന്റെ മനസ്സിനെയും സ്വഭാവത്തിനെയും വിശകലനം ചെയ്യുകയാണ് സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പം ഈ സൈക്കോളജിസ്റ്റുകൾ വളരെ വിലപിടിപ്പുള്ള ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിന് എന്നുള്ള സബ്ജക്റ്റിലേക്ക് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ഹ്യൂമൻ ബിഹേവിയറിൽ പഠിക്കാനുള്ള പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ലേണിംഗ്, മോട്ടിവേഷൻ ആൻഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇങ്ങനെയുള്ള ആ ഒരു മേഖലകളിലൊക്കെ ഒരുപാട് തിയറികളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ലേണിംഗ്, മോട്ടിവേഷൻ, ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി ഇതൊക്കെ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനോമിനയാണ്, അല്ലെങ്കിൽ വർക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ OB എന്നുള്ള പഠന മേഖലയിൽ സൈക്കോളജിയുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ ജോലിസ്ഥലത്ത് നമ്മളെ ബാധിക്കുന്ന ജോബ് സാറ്റിസ്ഫാക്ഷൻ, കമ്മിറ്റ്മെന്റ്, ആബ്സെന്റീസം, ടേൺ ഓവർ, അതുപോലെ വർക്ക് വെൽബീയിങ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സൈക്കോളജിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ നല്ലൊരു ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സൈക്കോളജി എന്നുള്ള ശാസ്ത്ര മേഖലയാണ്. ഇനി രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും രണ്ട് സബ്ജക്റ്റ് കൂടി ചേർന്നാണ്, സോഷ്യോളജിയും സൈക്കോളജിയും ചേർന്നിട്ടാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും പ്രതിപാദിക്കുന്നത്, ഈ സോഷ്യൽ സൈക്കോളജിയിൽ പ്രതിപാദിക്കുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് പീപ്പിൾ ഓൺ അതേഴ്സ്, അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റുള്ളവരിലുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ച് ആ ഒരു മേഖലയെ കുറിച്ചാണ് സോഷ്യൽ സൈക്കോളജിയിൽ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഈ സോഷ്യൽ സൈക്കോളജി നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമൺ ടേം ആണ് ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറയുന്ന വളരെ അവിഭാജ്യമായിട്ടുള്ള
അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് മാറ്റങ്ങൾ. അപ്പൊ ഈ മാറ്റങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ മേഖലയിൽ സോഷ്യൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ അല്ലെങ്കിൽ OBയുടെ ഒരു ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സോഷ്യൽ സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റ് ആണ്. അപ്പം OB ഫോം ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും സൈക്കോളജി, രണ്ടാമത്തത് സോഷ്യൽ സൈക്കോളജി. അതുപോലെ തന്നെ ഈ സോഷ്യൽ സൈക്കോളജിസ്റ്റ് വളരെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ഓർഗനൈസേഷൻ ബിഹേവിയറിന് നൽകിയിട്ടുണ്ട്. ഏതൊക്കെ ഏരിയയിലാണെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്, ദെൻ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതുപോലെ ഇൻഡിവിജ്വൽ നീഡ്സ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഇൻഡിവിജ്വൽ നീഡും തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ കുറെ ആൾക്കാരെ, അതായത് ഇൻഡിവിജ്വൽ സിംഗിൾ പേഴ്സൺ അല്ലാതെ അവർക്ക് മറ്റുള്ളവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നു ഒരാൾക്ക്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ടോപ്പിക്കുകൾ, ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ്, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ നീഡിനെ എങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് സഹായിക്കാൻ കഴിയുന്നു എന്നുള്ളതും, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഓർഗനൈസേഷൻ ബിഹേവിയറിനെ ഹെൽപ്പ് ചെയ്തത്, കോൺട്രിബ്യൂട്ട് ചെയ്തത് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഈ സബ്ജക്റ്റാണ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ തന്നെ സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് പീപ്പിൾ ഇൻ റിലേഷൻ ടു ദെയർ ഫെലോ ഹ്യൂമൻ ബീങ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന, പഠിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ഒരുപാട് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ട്, ഈ ഓർഗനൈസേഷന്റെ നല്ലൊരു വിജയത്തിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് മിക്കവാറും ഗ്രൂപ്പിനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ബിഹേവിയറിന് ഓർഗനൈസേഷനിൽ വലിയൊരു പ്രാധാന്യമുള്ള മേഖല തന്നെയാണ്. അപ്പോൾ ഈ സോഷ്യൽ സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റ് OBക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ചില ഏരിയകളാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ടെക്നോളജി, ബ്യൂറോക്രസി, കമ്മ്യൂണിക്കേഷൻ, പവർ, കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ ഇന്റർ ഗ്രൂപ്പ് ബിഹേവിയർ. ഇങ്ങനെയുള്ള ഈ ടോപ്പിക്കുകളിൽ OB ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പഠന മേഖലയാണ് സോഷ്യൽ സൈക്കോളജി എന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ OB ഫോം ചെയ്തിരിക്കുന്ന മറ്റ് ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത്തേത് സൈക്കോളജി ആണ്, രണ്ടാമത്തേത് സോഷ്യൽ സൈക്കോളജി ആണ്, മൂന്നാമത്തേതാണ് സോഷ്യോളജി. സോഷ്യോളജി തേർഡ് പോയിന്റ് ആണ്. ഇവിടെ ആ ബുക്കിൽ തേർഡ് ഒന്നും വന്നിട്ടില്ല, അവിടെ 3 ഉണ്ട്. സോ നെക്സ്റ്റ് ഈസ് ആന്ത്രോപോളജി. നാലാമത്തെ സബ്ജക്റ്റ് ആണ് ആന്ത്രോപോളജി, അല്ലെങ്കിൽ നരവംശ ശാസ്ത്രം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ആന്ത്രോപോളജിയെ പറയുന്നത് ആന്ത്രോപോളജി ഈസ് എ സയൻസ് ഓഫ് മാൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഫ്രം ഇറ്റ്സ് ബിഗിനിങ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ടു ദ പ്രസന്റ് ഡേ. അപ്പൊ ഇന്ന് വരെ മനുഷ്യകുലം ഡെവലപ്പ് ചെയ്ത്, അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ജീവിതം ആരംഭിച്ചപ്പം മുതൽ ഇന്നേ ദിവസം വരെയുള്ള മനുഷ്യന്റെ പ്രധാനമായിട്ടുള്ള ഡെവലപ്മെന്റ്സിനെയും മനുഷ്യനെ കുറിച്ചുള്ള മനുഷ്യന്റെ സമൂഹ ജീവനത്തിനെ കുറിച്ചും മറ്റും പഠിക്കുന്ന മേഖലയാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ OBയിൽ നമ്മൾ പറയുന്ന പ്രധാന ടോപ്പിക്കുകളിലാണ് ഉൾപ്പെടുന്ന പ്രധാന കാര്യങ്ങളാണ് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മളെ സഹായിക്കുന്നത് ആന്ത്രോപോളജിയാണ്. With the help of this discipline, we will be able to understand difference in fundamental values, attitudes, and behavior among people inhabiting in different parts. ലോകത്തിലെ പല ഭാഗത്ത് ജീവിക്കുന്ന ഡിഫറെന്റ് ഓർഗനൈസേഷനിലുള്ള പല ഡിഫറെന്റ് ഫണ്ടമെന്റൽ വാല്യൂസ് ഉള്ള, ആറ്റിറ്റ്യൂഡ്സ് ഉള്ള, അതുപോലെ ബിഹേവിയർ ഉള്ള പീപ്പിളിനെ കുറിച്ച് പഠിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്, OBയെ സഹായിക്കുന്നത് ഈ ആന്ത്രോപോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ OB ഫോം ചെയ്തതിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് ആന്ത്രോപോളജിയാണ്, അല്ലെ നരവംശ ശാസ്ത്രമാണ്. അപ്പോൾ ഈ ഒരു
ആന്ത്രോപോളജിയിലൂടെ അതിൽ നിന്ന് കിട്ടുന്ന അറിവിലൂടെ ഒരു ഓർഗനൈസേഷനുള്ള ഒരു മാനേജേഴ്സിനും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിനും ഒക്കെ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആന്ത്രോപോളജി സഹായിക്കും എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് ഹോബിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത അടുത്ത ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് വിതിൻ എ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. ഒരു രാഷ്ട്രീയ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ശാസ്ത്ര മേഖലയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ സയൻസിൽ പവർ, അതുപോലെ തന്നെ ലീഡർഷിപ്പ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പവർ, ലീഡർഷിപ്പ് എന്നുള്ള ടേംസ് ഒക്കെ നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ പ്രത്യേകിച്ച് മാനേജേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ലീഡർഷിപ്പ്, പവർ എന്നുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ഒരു ശാസ്ത്ര മേഖലയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ OBക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് അതിലൊരു സബ്ജക്റ്റ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പ്രത്യേകിച്ച് ഈ സ്ട്രക്ചറിങ് ഓഫ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച്, കോൺഫ്ലിക്റ്റ് മാത്രമല്ല അലോക്കേഷൻ ഓഫ് പവർ, ഹൗ പീപ്പിൾ മാനിപ്പുലേറ്റ് പവർ ടു സാറ്റിസ്ഫൈ ദർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഈ പവറിനെ ആൾക്കാർ എങ്ങനെ ഉപയോഗിക്കുന്നു, അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടി, സ്വയം താല്പര്യത്തിന് വേണ്ടി പവറിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള മേഖലയൊക്കെ ഡീൽ ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഇനി അടുത്ത ഒരു ശാസ്ത്ര മേഖലയാണ് എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രമാണ്. തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനിക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് സാമ്പത്തിക മേഖല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആയിക്കോട്ടെ, ലോകത്തെ സാമ്പത്തിക സ്ഥിതി ആയിക്കോട്ടെ, ഇതൊക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ മറ്റൊരു കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്, ഒരു പേപ്പറാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ഫോർ സ്കാഴ്സ് റിസോഴ്സ് ബോത്ത് വിതിൻ ആൻഡ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻസ്. രണ്ട് ഓർഗനൈസേഷൻ തമ്മിലോ അല്ലെങ്കിൽ ഒരു വിരളമായിട്ടുള്ള ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് ഉള്ള കോമ്പറ്റീഷൻ, മത്സരം, ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് എക്കണോമിക്സിലാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെ ഫാക്ടറിയുടെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം, പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം, എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം, സോ ഇത്തരത്തിലുള്ള ധനകാര്യ മേഖലകളൊക്കെ നമ്മളെ ഓർഗനൈസേഷൻ ബിഹേവിയറിനെ ഹെൽപ്പ് ചെയ്യുന്നത് എക്കണോമിക്സ് എന്നുള്ള ഈ സബ്ജക്റ്റിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറിന് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് OBയിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് 7th വൺ എഞ്ചിനീയറിംഗ് ആണ്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഫാക്ടറികളിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് മാൻ മെഷീൻ റിലേഷൻഷിപ്പ്, മനുഷ്യനും മെഷീൻസും തമ്മിലുള്ള ആ ബന്ധം, അത് പ്രധാനമായിട്ട് എഞ്ചിനീയറിംഗിലൂടെയാണ്. ടെക്നോളജി, അതുപോലെ തന്നെ പുതിയ ടെക്നിക്സ്, മെഷീനറീസ്, ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറയേണ്ട ഒരുപാട് പുതിയ മേഖലകൾ, അല്ലെ ചേഞ്ചിങ് ടെക്നോളജി, ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എഞ്ചിനീയറിംഗിലൂടെയാണ്. അപ്പോൾ ഇത് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഈ ഒരു മാൻ മെഷീൻ സ്യൂട്ടബിലിറ്റി അല്ലെങ്കിൽ മാൻ മെഷീൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഈ ഏരിയ ഒക്കെ. അതുപോലെ തന്നെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, വർക്ക് മെഷർമെന്റ്, വർക്ക് ഫ്ലോ അനാലിസിസ്, ജോബ് ഡിസൈൻ, അതുപോലെ തന്നെ കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മേഖലകളൊക്കെ നമുക്ക് പ്രധാനമായിട്ടും OBക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെയാണ്. ഇനി അടുത്തതായിട്ട് 8th ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മെഡിസിൻസ് ആണ്. മെഡിസിൻസ് അല്ലെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം വൈദ്യശാസ്ത്രം. അപ്പോൾ OBയും വൈദ്യശാസ്ത്രവും അല്ലെങ്കിൽ മെഡിസിനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചിന്തിച്ചേക്കാം. അപ്പോൾ അത് നമ്മുടെ OBയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് ഈ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ടെൻഷൻ, ഡിപ്രഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ
ചിലപ്പോൾ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള മെഡിസിൻസ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ കൗൺസിലിംഗ് മെത്തേഡ്, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ റിലാക്സേഷൻ ടെക്നിക്സ്, സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മെഡിറ്റേഷൻ. അപ്പം ഈ ആരോഗ്യപരമായിട്ടുള്ള പല കാര്യങ്ങളും OBക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് മെഡിസിൻ എന്ന് പറയുന്ന ശാസ്ത്ര മേഖലയാണ്, വൈദ്യശാസ്ത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ 8ാമത്തെ ഡിസിപ്ലിനായിട്ട് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന മേഖലയായിട്ട് മെഡിസിനെ കാണുന്നുണ്ട്. ഇനി ലാസ്റ്റ് 9th ഡിസിപ്ലിനാണ് സെമന്റിക്സ് എന്ന് പറയുക. സെമന്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമന്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് കമ്മ്യൂണിക്കേഷൻ വിതിൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനുള്ളിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള പഠന മേഖലയാണ് സെമന്റിക്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം, അല്ലെങ്കിൽ ആശയവിനിമയം ശരിയായിട്ട് നടക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റുഡ് കമ്മ്യൂണിക്കേഷൻ, തെറ്റിദ്ധരിക്കപ്പെട്ട കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. സോ ഇങ്ങനെയുള്ളതൊക്കെ ഒരു ഓർഗനൈസേഷനിൽ പലപ്പോഴും പല ബിഹേവിയറൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. പല പല പ്രശ്നങ്ങൾക്കും പ്രധാന കാരണങ്ങൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ ആഡിക്വേറ്റ് ആയിട്ടുള്ള, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെ, ഒരു ഓർഗനൈസേഷൻ്റെ നല്ല ഫങ്ഷനിങ് നടക്കണമെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ OB എന്നുള്ള ഈ സബ്ജക്റ്റിൽ സെമറ്റിക്സ് എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഈ മേഖല ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാന ഡിസിപ്ലിൻസ് ആണ് OBക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റു മേഖലകൾ. ഓക്കെ, സോ താങ്ക് യു.